ഹലോ. അപ്പോൾ ഇന്നും ബീഫൊക്കെ ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. വേറൊന്നുമല്ല, നമ്മൾ കടയിൽ നിന്ന് ഇടക്കിടക്കൊക്കെ ബീഫൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസമേ ആ കുക്കറിൻ്റെ ചൂളം വിളിയും സവാള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിയണ മണ്ണവും അതേപോലെ തന്നെ ബീഫൊക്കെ കടിച്ച് വലിച്ച് ആ എല്ലും മുട്ടയൊക്കെ കടിച്ച് അതേപോലെ ആ മജ്ജയൊക്കെ വലിച്ച് കഴിക്കുമ്പോഴേ ഒരു പ്രത്യേക വൈബാണ് വീട്ടിലിരുന്ന് കഴിക്കുമ്പോഴല്ലേ. അപ്പം ഞാൻ ഓർത്തിരുന്നു ബീഫ് പള്ളിക്കറിയും ഉണ്ടെങ്കിൽ കുടുക്കച്ചോറും ഉണ്ടാക്കാമെന്ന്. കുടുക്കച്ചോറോ എന്ന് വിചാരിക്കാണ്ടോ, വന്നേ കണ്ടു നോക്കാം എന്താ സാധനം എന്നറിയണ്ടേ. ഇതെല്ലാം പറഞ്ഞെങ്കിലേ നമ്മുടെ വീടിന് കുക്കറിൻ്റെ ചൂളയുടെയും സവാളയുടെയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മണം കേൾക്കാനുള്ള ഭാഗ്യമില്ലാന്ന് തോന്നണ്ട. ഇത് വെക്കാന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഇതേ നമ്മുടെ ഗ്യാസ് തീർന്നു. ഇന്ന് ഞായറാഴ്ചയല്ലേ, ഗ്യാസ് ഏജൻസി തുറക്കുകയുമില്ല. അങ്ങനെ ഇതെല്ലാം വലിച്ചു പൊക്കി ഞാൻ എന്ത് ചെയ്തെന്നാണ് കടയിലേക്ക് പോകുന്നു. കട ഇവിടെ വീടിൻ്റെ അടുത്തായത് കൊണ്ടിട്ട് രക്ഷപ്പെട്ട്. അപ്പം ഞാനില്ലേ 3/4 കിലോ ബീഫാണ് മേടിച്ചത്. കഴുകി വൃത്തിയാക്കി ഇതേ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് എന്ത് ചെയ്യുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടേ ഒരു 3 സവാള സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മുരിപ്പിച്ചെടുക്കണം. ഞാൻ കാണിച്ചു തരാട്ടെ ഇത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്. നമ്മളുടെ പാന ഇച്ചിരി ചെറുതായിപ്പോയി തോന്നുന്നുണ്ട്. ദാ ഈ ഒരു മരം ഒന്ന് മുരിപ്പിച്ചെടുക്കണം കേട്ടോ. ഇത്ര മതി. ഇനി എന്ത് ചെയ്യുന്നതാണ്, ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ കോരി മാറ്റി കൊടുക്കുന്നുണ്ട്. പണ്ടേ മദ്രസയിൽ പഠിച്ചിട്ടിരുന്ന സമയത്തേ നബിദിനത്തിന് പള്ളിയിൽ നിന്ന് ചോറ് കിട്ടും. ആ സമയത്ത് ഒരു ബീഫ് കറി കിട്ടും. അതാണ് നമ്മുടെ ബീഫ് പള്ളിക്കറി കേട്ടോ. അപ്പോൾ അതേ സവാള മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇച്ചിരി വെളിച്ചെണ്ണ ഉണ്ടെന്ന് അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളമാരൊക്കെ പാചകക്കാരാണ്. അവരൊക്കെ ഹോട്ടലിൽ നടത്തണതും കല്യാണ വീടുകളിലൊക്കെ പാചകത്തിനൊക്കെ പോയിട്ട്. അപ്പോൾ അതിലൊരു മാമ ഇവിടെ ഇടയ്ക്ക് വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ ആ മാമ പറഞ്ഞു തന്നിട്ട് ഈ ഒരു ബീഫ് പള്ളിക്കറി എങ്ങനെ വെക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനത്തെ ആ ഒരു മസാലയൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കർ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഈ ബീഫ് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത്. എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മസാലയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണ്ട. മാമയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കറിയൊക്കെ വെക്കോട്ടോ. മീൻകറിയൊക്കെ സൂപ്പർ. മാമയുടെ മീൻകറിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കണേ. അപ്പം ഞാൻ ഇതിലേക്ക് 2 പച്ചമുളകും 1 തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് അളവൊന്നുമില്ല, കൈ അളവാണ് ഇട്ട് കൊടുത്തേക്കണത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മീറ്റ് മസാല ഉണ്ട് ചേർത്ത് കൊടുത്തേക്കണത്. അപ്പം മീറ്റ് മസാല നമ്മൾ വറുക്കുമ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു മണവും ഗുണമൊക്കെ നമുക്ക് ഈ ഒരു ബീഫിലേക്ക് പിടിച്ച് കിട്ടുകയുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് കൈ കൊണ്ട് ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് തിരുമ്മി കൊടുക്കണം കേട്ടോ. ഈ മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് യോജിച്ച് കിട്ടണം. അത്ര നേരം വരെ തിരുമ്മി കൊടുത്താൽ അത്രയും ടേസ്റ്റ് കിട്ടും കേട്ടോ നമുക്ക്. അതാ ഇത്രയും മതി. ഞാൻ തിരുമ്മി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ആ സവാള വഴറ്റി വെച്ചിട്ടില്ലേ നല്ലോണം, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിരുമ്മി കൊടുത്തിട്ടുണ്ട്. സവാള ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കുക. ആദ്യമേ തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആദ്യമേ ആ ഒരു മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് തിരുമ്മിയാൽ നമ്മുടെ ബീഫിലേക്ക് മസാല ചേർന്ന് ഇട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കൈ കഴുകണ പോലത്തെ അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അത്ര ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ചും കൂടി തട്ടിപ്പൊത്തി വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ മേടിക്കണേ ബീഫ് അനുസരിച്ചിരിക്കട്ടെ. ഇളയ ബീഫൊക്കെ ആണെങ്കിൽ അധികം വേവ് ഉണ്ടാവില്ല, മൂത്ത ബീഫാണെങ്കിലും വേവ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ വേവിച്ചെടുക്കണം കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല, വീട്ടിലോട്ട് പോകേണ്ടതല്ലേ, ഞായറാഴ്ച അല്ലേ, അവിടെ പണി കിടക്കണല്ലേ എന്നോർത്ത് ഞാൻ എന്ത് ചെയ്തെന്നറിയോ, കുക്കർ അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇപ്പുറത്തതേ കുടുക്കക്കല അങ്ങനെ എടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡാൽഡ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു സവാള സ്ലൈസായി കട്ട് ചെയ്തങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വെച്ച് ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയാമോ, നെയ്ച്ചോറും ബീഫ് പള്ളിക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. കടയിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു കുടുക്ക എൻ്റെ കണ്ണിപ്പെട്ടത്. അപ്പം ഞാൻ വിചാരിച്ചേ എന്നാൽ ശരി കുടുക്കച്ചോറ് ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞിട്ട് കടയിൽ വന്നപ്പോൾ എൻ്റെ തീരുമാനം മാറ്റിയിട്ടാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫ് പള്ളിക്കറി നെയ്ച്ചോറൊക്കെ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് വല്ല വെറൈറ്റി ഉണ്ടാക്കാൻ സാധിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രയത്നിക്കണേണ്. അപ്പം എൻ്റെ പ്രയത്നം നല്ലതാണെങ്കിൽ മാത്രം ഞാനിത് വീഡിയോ ഇടുള്ളൂ കേട്ടോ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. പിന്നെ ഇത് നല്ലതാണെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു വിലയേറെ സപ്പോർട്ട് കൊണ്ടിട്ട് ചിലപ്പോൾ ഈ ഒരു കുടുക്കച്ചോറ് വൈറലായാലോ അങ്ങനെയും വിചാരിച്ചിട്ടൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഈ കാഷ്നട്ടും കിസ്മിസും സവാളയൊക്കെ വറുത്ത് കോരിയതും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, എല്ലാം കൂടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുത്തേക്കണത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ടേ ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കണ്ട കേട്ടോ. കണ്ട നല്ല ഭംഗിയുള്ള കലമല്ലേ, മൂടി നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് തിളച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ആ 2 ഗ്ലാസ് അരി കഴുകി വാരി ഇട്ട് കൊടുക്കണ്ടേ. നിങ്ങളിപ്പോൾ ഇത് ഉണ്ടാക്കണ കാണുമ്പോൾ വിചാരിക്കണ്ടോ ഇത് നെയ്ച്ചോറാണല്ലോ എന്ന്. പക്ഷേ ഒരിക്കലും ഇല്ല കേട്ടോ. നെയ്ച്ചോറിൻ്റെ ഒരു വേഷം തന്നെയാണ്, പക്ഷേ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഞാനായിട്ട് കണ്ടുപിടിച്ചതല്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഞാൻ തന്നെ കാണിക്കും. അപ്പോൾ അതേ ഇതൊന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ, അതിന് ശേഷം കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ വിസിലൊക്കെ പോയി കഴിഞ്ഞായിരുന്നു. ഇതൊന്ന് തുറന്ന് നോക്കട്ടെ, ഇതിന് എന്താ സംഭവം എന്നൊക്കെ നോക്കാമല്ലോ. അങ്ങനെ ഇതേ തുറന്നപ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് തന്നെ കൊതിയായിട്ട് വരില്ലായിരുന്നു. ഈ ഒരു ബീഫേ ഞാൻ കറുകപ്പള്ളിയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. എന്നു വെച്ചാൽ ചില സ്ഥലത്തത്തെ ബീഫ് വാങ്ങിച്ചാലേ കൊള്ളൂല. നമ്മൾ സ്ഥിരം കടയിൽ കൊണ്ടുതന്നെ അയക്കട നല്ല ബീഫാണ്, പക്ഷേ ചില ദിവസം തമ്മിടത്തുനിന്ന് മേടിച്ചിട്ട് കൊള്ളൂലായിരുന്നു. ഇത് കറുകപ്പള്ളിയിലെ ബീഫ് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി വന്നവഴിക്ക് മേടിച്ചുകൊണ്ടുവന്നാണ് ഇന്നേ. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അവിടെ നിൽക്ക്, നമുക്ക് ചോറായിട്ട് വിളമ്പുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ മംഗലത്തിനൊക്കെ നല്ല ചൂടായിരിക്കും, അതുകൊണ്ടിട്ട് ഇരിക്കും തോറില്ലേ കുഴഞ്ഞു പോകും ചോറ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇളക്കി കൂട്ടട്ടെ കേട്ടോ. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകണം, ഞാൻ ഇച്ചിരി പാലെടുത്തിട്ടുണ്ട്. പാലിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടേ ഒന്ന് കലക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത്. പിന്നെ നമ്മളെ ഈ ഒരു ചോറിനെ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സവാളയും കാഷ്യൂനട്ടും കിസ്മിസൊക്കെ വറുക്കുമ്പോഴേ കൂടുതലായിട്ട് വറുക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് കടിക്കാൻ കിട്ടണം. കുറഞ്ഞ രീതിയിലൊന്നല്ല ഇടേണ്ടത്, കൂടുതലിടണം. അപ്പോഴേ നമ്മളുടെ ഈ ഒരു ചോറ് ഒരു വെറൈറ്റി ആവുള്ളൂ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അടപ്പിലൊക്കെ വെച്ചുണ്ടാക്കണമെങ്കിൽ എന്ത് ടേസ്റ്റ് ആയിരിക്കും അല്ലേ. പണ്ടത്തെ ആ ഒരു ഇതൊക്കെ പോയി. ഇപ്പം ഈ ഗ്യാസ് വന്ന പിന്നില്ലേ ആ ഒരു ടേസ്റ്റൊക്കെ പോയി. അടപ്പൊക്കെ ഉള്ള ആൾക്കാരൊക്കെ നല്ല ടേസ്റ്റിനൊക്കെ ഭക്ഷണം കഴിക്കുക. എന്നാലും നമ്മൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കൈപ്പുണ്യം ഉണ്ടെങ്കിൽ ഗ്യാസിൽ വെച്ചായാലും കഴിക്കാൻ പറ്റും ടേസ്റ്റിന്. ഇതാ നമ്മുടെ കുടുക്കച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, കുക്കറൊക്കെ പൊക്കിഞ്ഞ് വീട്ടിലോട്ട് കൊണ്ടുവന്ന് വിചാരിച്ചേ കാസറോളിലോട്ട് ഈ കറിയങ്ങ് ഇട്ട് കൊടുത്ത്. ഞാൻ അവിടുത്തെ ഇക്കാനോട് ഞാൻ പറയാം, ഇത്തിരി എല്ലാം കൂടി ഇട്ട് കൊടുത്തോട്ടാ. കാരണം എന്ന് വെച്ചാലേ ഞാൻ വീട്ടിൽ പോയിട്ടൊന്നും ഞെരിക്കാനുള്ളതാണേ. എല്ലൊക്കെ നമ്മുടെ വീക്ക്നെസ്സാണ്. അങ്ങനെ വീട്ടിൽ കൊണ്ട് പ്ലേറ്റിലോട്ട് ഇട്ടപ്പോഴാണ് അനീഷ് ചോദിക്കണേടി ഞാൻ നിന്നോട് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി നീ ബിരിയാണിയാണ് ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ബിരിയാണി നെയ്ച്ചോറൊന്നും അല്ല, ഇത് കുടുക്കച്ചോറ്. അപ്പം എൻ്റെ കുടുക്കച്ചോറാ, അതെന്ത് ചോറാ? അപ്പം എന്നോട് ഞാൻ പറഞ്ഞേ നിങ്ങളെല്ലാവരോടും പറഞ്ഞു ഇനി കൂട്ടുകാരോടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുടുക്കച്ചോറായിരുന്നു. എല്ലാവരും കാണട്ടെ നമ്മുടെ വീഡിയോ, വൈറലാകട്ടെ. അങ്ങനെ കുടുക്കച്ചോറും വൈറലായാലോ. അപ്പം എൻ്റെ പാചകമൊക്കെ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.